ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയൊരു ഈവൻറ്റ് വന്നിരിക്കുകയാണ്. കോംബോ ഹീറോ എന്നൊരു ഈവൻ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഈവൻറ്റിൽ കുറച്ച് മിഷൻസ് നൽകും ഫ്രണ്ട്സ്. ആ ഒരു ചെറിയ മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഫ്രീ റിവാർഡ്സ് ആണ്. ഈവൻറ്റിലേക്ക് വരാൻ നേരത്ത് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുക ഓരോ ലെവലുകളാണ്. ഈ ലെവലുകളാണെങ്കിൽ ഇവിടെ ലോക്ക് ആയി കിടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ലോക്ക് അൺലോക്ക് ചെയ്യണം. അപ്പോഴായിരിക്കും ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും റിവാർഡ്സ് ലഭിക്കുക. ഇവിടെയുള്ള എല്ലാ ലോക്കുകളും നമ്മൾ പൊട്ടുകയാണെങ്കിൽ, അതായത് നമ്മൾ അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീ റിവാർഡ്സ് ലഭിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് ഈ ലോക്ക് അൺലോക്ക് ചെയ്യാം നമുക്ക് നോക്കാം. എന്തൊക്കെ ഫ്രീ റിവാർഡ്സ് ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ ബെല്ലൈക്കൺ മറക്കാതെ അമർത്തുക. അപ്പോൾ നമുക്കിവിടെ ലെവൽ 1 കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിവിടെ ലെവൽ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്റ്റാർട്ടും ചെയ്യാൻ സാധിക്കും. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇവിടെ മറ്റൊരു പേജ് ഓപ്പൺ ആവും ഫ്രണ്ട്സ്. ആ ഒരു പേജിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഓരോ സ്കില്ലുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. എനിമീസിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കുന്ന നമുക്ക് സ്കില്ല് ഏതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലൂ ക്യാരക്ടറാണ്. അപ്പോൾ നമ്മളെല്ലാവരും അത് ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് കൺഫേം കൊടുത്താൽ ഇവിടെ ഗെയിം സ്റ്റാർട്ട് ആകും. അപ്പോൾ ഈ ഒരു എനിമീസിന് ലൊക്കേഷൻ മനസ്സിലാക്കുന്ന ഒരു ടൈപ്പ് ഉണ്ട് ഗൈസ്, അതുപോലെ ഇത് വർക്ക് ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് എനിമീസ് ലൊക്കേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ ഗൈസ് നമുക്ക് എനിമിയെ കില്ലടിക്കാം, ഈ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യാം. ആദ്യത്തെ ലെവൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചത് ക്ലൂ ക്യാരക്ടറാണ്. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ഗോൾഡ് റോൾ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ റിവാർഡും നമ്മുടെ വോൾട്ടോട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള റിവാർഡ് ആണെങ്കിൽ നമുക്ക് അത് FF ടോക്കണിലായിട്ട് നമുക്ക് കൺവേർട്ട് ആവുന്നതായിരിക്കും. രണ്ടാമത്തെ ലെവൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന നമുക്കൊരു ഹിന്റ് ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഗ്ലൂ വാൾ പൊട്ടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ സ്കൈലർ ക്യാരക്ടറാണ്. ഗ്ലൂ വാൾ തകർക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ സ്കൈലർ ഉപയോഗിക്കാം. സ്കൈലറിന്റെ നമുക്ക് സ്കില്ല് ഉപയോഗിക്കാം, കൺഫേം കൊടുക്കാം. ദെൻ ഗൈസ് നമുക്ക് ഇവിടെ പാസീവ് സ്കില്ലും കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് റാഫേൽ ക്യാരക്ടറാണ്. എന്നിട്ട് നമുക്ക് കൺഫേം കൊടുക്കാം. സ്കൈലർ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ കാണുന്ന ഗ്ലൂ വാൾ തകർക്കാം ഗൈസ്. അപ്പോൾ നമുക്കിവിടെ സ്കില്ല് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഗ്ലൂ വാൾ പൊട്ടുകയാണ് ഫ്രണ്ട്സ്. എന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ എനിമി ആണെങ്കിൽ ലോക്ക് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സ്കൈലർ കിട്ടി ഫ്രണ്ട്സ്. അത് മാത്രമല്ല റാഫേൽ കിട്ടി. പിന്നെ അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഗോൾഡ് റോൾ വൗച്ചറും ലഭിച്ചു. രണ്ടാമത്തെ ലെവൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച റിവാർഡ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വോൾട്ട് റോഡ് വരുന്നതായിരിക്കും. മൂന്നാമത്തെ ലെവലിൽ നമുക്ക് ഹിൻഡൊന്നും ലഭിക്കില്ല. നമ്മൾ സൂക്ഷിച്ച് വേണം കളിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രാനേഡ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് അടിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്കിവിടെ 3 എബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രാനേഡിൽ നിന്ന് ഡാമേജ് ലഭിക്കാത്ത എബിലിറ്റി ഇല്ല ഗൈസ്, അത് ഉപയോഗിക്കുക. അതാണ് ഫ്രണ്ട്സ് നമ്മുടെ സ്റ്റെഫി ക്യാരക്ടർ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ സ്റ്റെഫി ക്യാരക്ടർ ഉപയോഗിക്കുക, സെലക്ട് ചെയ്യുക. നമ്മളിവിടെ ആക്റ്റീവ് സ്കില്ല് തിരഞ്ഞെടുത്തു ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി തിരഞ്ഞെടുക്കേണ്ടത് പാസീവ് സ്കില്ലാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്താണെങ്കിൽ നമുക്ക് ഇവിടെ EP ലഭിക്കുന്ന ജെ ബേബ്സ് ക്യാരക്ടർ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുക, കൺഫേം കൊടുക്കുക. ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കൺഫേം കൊടുത്താൽ ഇവിടെ സ്റ്റാർട്ട് ആവും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എനിമി നമ്മുടെ ദേഹത്തേക്ക് ഗ്രാനേഡ് ഇടുന്നുണ്ട്. അപ്പോൾ ഇട്ടപ്പോൾ ആണെങ്കിൽ നമുക്ക് ആ ഒരു സ്കില്ല് ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ലഭിച്ചത് ഈ റിവാർഡ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ലെവലുകളും നമ്മളെല്ലാവരും കംപ്ലീറ്റ് ആക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ലെവൽ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ റിവാർഡ്സ് ലഭിക്കുന്നുണ്ട്. എനിമി അവരുടെ ടീമേറ്റ്സിനെ ഇവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളത് തകർക്കണം, അതായത് നമ്മളെ എനിമീസിനെ കൊല്ലണം. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അതായത് എനിമി ആണെങ്കിൽ ഒരു ഗ്ലൂ വാൾ ഇട്ട് ടീമേറ്റ്സിനെ റിവൈവ് അടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ എനിമീസിനെ കൊല്ലണം. അതിനുവേണ്ടി നമ്മളിവിടെ A124 ക്യാരക്ടർ എബിലിറ്റി യൂസ് ചെയ്യുക ആക്റ്റീവ് സ്കില്ലായിട്ട്. ദെൻ ഗൈസ് നമുക്ക് അതിന് തൊട്ട സൈഡിൽ തന്നെ നമുക്ക് പാസീവ് സ്കില്ല് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിവിടെ ജോട്ട ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൺഫേം കൊടുത്താൽ ഇവിടെ ഗെയിം സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഗ്ലൂ വാൾ ഇട്ട് എനിമി ആണെങ്കിൽ ടീമേറ്റ്സിനെ റിവ്യൂ അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഫ്രണ്ട്സ്. അപ്പോഴാണെങ്കിൽ ഗ്ലൂ വാൾ പൊട്ടി. അപ്പോൾ എനിമീസും ഇവിടെ നോക്കായി കിടക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഈ ലെവൽ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഈ റിവാർഡ് ഓൾറെഡി ലഭിച്ചതാണ് ഫ്രണ്ട്സ്, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. ദെൻ ഗൈസ് നമുക്ക് അടുത്ത ലെവലാണെങ്കിൽ 5ാമത്തെ ലെവലാണ്. അടുത്ത ലെവൽ 5 ആണ് ഗൈസ്. അതായത് ടീമേറ്റ്സ് നോക്കി കിടക്കാൻ നേരത്ത് ഓട്ടോ റിവ്യൂ ചെയ്യാൻ സാധിക്കുന്ന എബിലിറ്റി ഏതാണ്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തിട്ട് ഗെയിം കളിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഇവിടെയുള്ള റിവാർഡ്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ആ ഒരു സ്കില്ല് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ് നമുക്കിവിടെ ദിമിത്രി എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു ക്യാരക്ടർ കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അവരുടെ എബിലിറ്റി കാണാം. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ആക്റ്റീവ് സ്കില്ല് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ദിമിത്രി ക്യാരക്ടർ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് പാസീവ് സ്കില്ല് നമുക്ക് സെലക്ട് ചെയ്യാം ഗൈസ്. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് തീവ ക്യാരക്ടറാണ്. അപ്പോൾ എന്തായാലും എന്നിട്ട് നമുക്ക് കൺഫേം കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 3 എബിലിറ്റി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ കപ്പയുടെ ക്യാരക്ടറല്ലേ ഫ്രണ്ട്സ്, അത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് വേദന കൺഫേം കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇവിടെ ടീമേറ്റ്സ് ഇവിടെ നോക്കായി കിടക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ എബിലിറ്റി യൂസ് ചെയ്യാം. അപ്പോൾ എബിലിറ്റി യൂസ് ചെയ്തപ്പോഴാണെങ്കിൽ നമ്മുടെ ടീമേറ്റ്സ് ഇപ്പോൾ റിവൈവ് ആയി. എന്നിട്ട് അപ്പോൾ നമുക്ക് റിവാർഡ്സ് ലഭിച്ചു. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും തന്നെ 5ാമത്തെ ലെവൽ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും റിവാർഡ്സും ക്ലെയിം ചെയ്യാം. അടുത്താണ് ഫ്രണ്ട്സ് നമ്മുടെ 6ാമത്തെ ലെവലാണ്. 6ാമത്തെ ലെവൽ സ്റ്റാർട്ട് ചെയ്യാൻ നേരം നമുക്ക് ഇതുപോലെ വരും ഫ്രണ്ട്സ്, ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഏതിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 3 എബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് വൂക്കോൺ എബിലിറ്റി ആണ്, ആക്റ്റീവ് സ്കില്ലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ പാസീവ് സ്കില്ല് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ലിക്വിറ്റ് കാണാം, പിന്നെ നമുക്ക് മാക്സിമം കാണാം, പിന്നെ നമുക്ക് എല്ലാവർക്കും ലോറ സ്കില്ല് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കില്ല് പാസീവ് സ്കില്ല് തിരഞ്ഞെടുക്കുക, എന്നിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ വൂക്കോങ്ങിന്റെ എബിലിറ്റി യൂസ് ചെയ്തു ഫ്രണ്ട്സ്. അപ്പോഴാണെങ്കിൽ ഈ ലെവൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് 2 സ്റ്റാർ ലഭിച്ചിട്ടുള്ളൂ. ഓക്കെ, 7ാമത്തെ ലെവൽ നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ് ഫ്രണ്ട്സ്. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് സ്കില്ല് തിരഞ്ഞെടുക്കാം. നമുക്കിവിടെ ടച്ച് ക്യാരക്ടർ സ്കില്ല് നമുക്ക് തിരഞ്ഞെടുക്കാം. പാസീവ് സ്കില്ലായിട്ട് കെല്ലി നമുക്ക് തിരഞ്ഞെടുക്കാം ഫ്രണ്ട്സ്. അത് മാത്രമല്ല നമുക്ക് ലൂണ ക്യാരക്ടർ നമുക്ക് സെലക്ട് ചെയ്യാം.
ദെൻ ഫ്രണ്ട്സ് നമുക്ക് കൺഫേം കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു എനിമി ഷൂട്ട് ചെയ്തപ്പോൾ നമ്മൾ ചാടി നമ്മൾ ഒഴിഞ്ഞു മാറി ഫ്രണ്ട്സ് ആ ഒരു ബുള്ളറ്റിൽ നിന്നും. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ ഒരു ലെവൽ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. വേറെ പ്രാവശ്യം വരെ നമുക്ക് എല്ലാ റിവാർഡും ലഭിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാ റിവാർഡും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആക്കി, ഇവിടെ കംപ്ലീറ്റ് എല്ലാ ലെവലുകളും കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നമ്മുടെ 5ാമത്തെ ലെവലാണെങ്കിൽ 2 സ്റ്റാർ ലഭിച്ചിട്ടുള്ളൂ ഫ്രണ്ട്സ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാ റിവാർഡും നമ്മുടെ വാളറ്റിലോട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.